നമുക്ക് മനോഹരമായ ഒരു പിയോണി ഫ്ലവർ ഉണ്ടാക്കിയാലോ? അതും ടിഷ്യൂ പേപ്പർ വെച്ച്. ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പറും സിസറും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഷേപ്പിന് വേണ്ടി അതിൻ്റെ എഡ്ജ് നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഷേപ്പിന് വേണ്ടി മാത്രമാണ് കേട്ടോ അത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഡാർക്ക് പീച്ച് കളറും യെല്ലോ കളറുമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അക്രിലിക് പെയിൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ ആണെങ്കിലും മതി കേട്ടോ. സെൻറ്ററിലായിട്ട് പീച്ച് കളറിലും 2 എഡ്ജിലായിട്ട് യെല്ലോ കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറിനൊരു ഫ്യൂഷൻ കളർ കിട്ടും. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് അത് നല്ലപോലെ വെറ്റാക്കുക. ഞാനിവിടെ സ്പ്രേ വെച്ചാണ് വെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് അത് ഫോൾഡ് ചെയ്ത് ഒരു ത്രെഡ് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ അത് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഫോൾഡ് ചെയ്ത് വരുമ്പോൾ അത് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഞാനിവിടെ നടുക്കായിട്ട് കുറച്ച് സ്പോർട്സ് വരുത്താൻ വേണ്ടി, പൂമ്പൊടി പോലെ കാണിക്കാൻ വേണ്ടി കുറച്ച് ബ്രൗൺ സ്പോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മനോഹരമായിരിക്കും നമ്മുടെ പിയോണി ഫ്ലവർ കാണാൻ. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാം. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് പേപ്പർ നല്ലപോലെ ഫോൾഡ് ചെയ്ത് ഗ്ലൂ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഗ്രീൻ സ്റ്റെമ്മിന് വേണ്ടി ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് വെച്ച് അത് നല്ലപോലെ അടിച്ച് ഡ്രൈ ചെയ്യാൻ വയ്ക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ കളറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ കളർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫ്ലവറിൻ്റെ അടിയിൽ നമുക്കത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പിയോണി ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫൈനൽ ലുക്ക് നോക്കിയാലോ? ചെറിയ കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക.